ഡിയർ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മൊമെൻറ്റ്സ് ഓഫ് ബൈവേരിയറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസിനെ കുറിച്ചാണ്. നമ്മൾ യൂണിവേരിയറ്റ് റാൻഡം വേരിയബിൾ പഠിച്ചപ്പോൾ അതിൻ്റെ ആർത്ത് റോ മൊമെൻറ്റ് മ്യൂ ആർ ഡാഷിനെ പറ്റിയും അതിൻ്റെ ആർത്ത് സെൻട്രൽ മൊമെൻറ്റ് മ്യൂ ആറിനെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്തതാണ്. ഇവിടെ അതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം ആർ എസ്ത് റോ മൊമെൻറ്റ്, ആ പേരിൽ തന്നെ ഉണ്ട്. നമ്മൾ ആർത്ത് മൊമെൻറ്റ് ഓഫ് എക്സും എസ്ത് മൊമെൻറ്റ് ഓഫ് വൈയും ഒരുമിച്ച് ഡീൽ ചെയ്യുകയാണ്. അതായത് ദി ആർത്ത് ആൻഡ് എസ്ത് പ്രോഡക്റ്റ് മൊമെൻറ്റ് എബൌട്ട് ഒറിജിൻ ഓഫ് ദി റാൻഡം വേരിയബിൾസ് എക്സ് ആൻഡ് വൈ. ആർ എസ്ത് റോ മൊമെൻറ്റ് മ്യൂ ആർ എസ് ഡാഷ് ഈസ് ഡിഫൈൻഡ് as mu rs dash is equal to expectation of x raised to r into y raised to s, where r and s are non-negative integers. അതായത് ആറിന് എസിന് എടുക്കുന്ന പറ്റുന്ന വാല്യൂസ് 0, 1, 2, 3 എക്സെട്ര എന്ന് പറയുന്ന വാല്യൂസാണ്. ദാറ്റ് ഈസ് എക്സും വൈയും കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസ് ആകുന്ന കേസിൽ മ്യൂ ആർ എസ് ഡാഷ് എന്ന് പറയുന്നത് ഇൻറ്റഗ്രൽ ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇൻറ്റഗ്രൽ ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് റേസ് ടു ആർ ഇൻറ്റു വൈ റേസ് ടു എസ് ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് ഡി വൈ ആണ്. വെയർ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് ജോയിൻറ്റ് പി ഡി എഫ് ഓഫ് ദി പെയർ ഓഫ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എക്സ് കോമ വൈ ആണ്. ഇനി എക്സും വൈയും ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആകുന്ന കേസിൽ മ്യൂ ആർ എസ് ഡാഷ് എന്ന് പറയുന്നത് സമ്മേഷൻ ഓവർ എക്സ് ഇൻറ്റു സമ്മേഷൻ ഓവർ വൈ എക്സ് റേസ് ടു ആർ ഇൻറ്റു വൈ റേസ് ടു എസ് എഫ് ഓഫ് എക്സ് വൈ ആണ്. വെയർ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് ജോയിൻറ്റ് പി എം എഫ് ഓഫ് ദി പെയർ ഓഫ് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എക്സ് കോമ വൈ ആണ്. ഈ മ്യൂ ആർ എസ് ഡാഷ് എക്സിസ്റ്റ് ചെയ്യുന്നത് ഈ എക്സ്പെക്റ്റേഷൻ എക്സിസ്റ്റ് ചെയ്യുന്ന കേസിലാണ്. അതായത് എക്സ്പെക്റ്റേഷൻ എക്സിസ്റ്റ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് കേസിൽ ഡബിൾ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ ഫൈനൈറ്റ് ആയിരിക്കണം, ഡിസ്ക്രീറ്റ് കേസിൽ ഡബിൾ സമ്മേഷൻ്റെ വാല്യൂ ഫൈനൈറ്റ് ആയിരിക്കണം. അപ്പോൾ മാത്രമേ മ്യൂ ആർ എസ് ഡാഷ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇതാണ് ആർ എസ്ത് റോ മൊമെൻറ്റിൻ്റെ കേസ്. ഇനി ആർ എസ്ത് സെൻട്രൽ മൊമെൻറ്റിൻ്റെ കേസിൽ ആ പേരിൽ തന്നെ ഉണ്ട്. നമ്മൾ ഡീൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആർത്ത് സെൻട്രൽ മൊമെൻറ്റ് ഓഫ് എക്സും എസ്ത് സെൻട്രൽ മൊമെൻറ്റ് ഓഫ് വൈയും സൈമിൾട്ടേനിയസ് ആയിട്ടാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. അതായത് ദി ജോയിൻറ്റ് ആർത്ത് സെൻട്രൽ മൊമെൻറ്റ് ഓഫ് എക്സ് ആൻഡ് എസ്ത് സെൻട്രൽ മൊമെൻറ്റ് ഓഫ് വൈ ആർ എസ്ത് സെൻട്രൽ മൊമെൻറ്റ് മ്യൂ ആർ എസ് ഈസ് ഡിഫൈൻഡ് as mu rs is equal to expectation of x minus expectation of x raised to r into y minus expectation of y raised to s, which is equal to expectation of x minus mu 10 dash power r into y minus mu 01 dash power s. ഇനി കുറച്ച് പർട്ടിക്കുലർ കേസ് നോക്കാം. ആറിനും എസിനും 0 കൊടുക്കുകയാണ്. 0 എന്ന് പറയുന്ന വാല്യൂ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടും? മ്യൂ 00 ഡാഷും മ്യൂ 00യും 1 തന്നെ കിട്ടും. അതുപോലെ തന്നെ മ്യൂ 10 ആയാലും മ്യൂ 01 ആയാലും എൻ്റെ വാല്യൂ 0 ആണ്. ഇനി മ്യൂ 10 ഡാഷ് എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് കിട്ടും. അതുപോലെ മ്യൂ 01 ഡാഷ് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ കിട്ടും. മ്യൂ 20 എന്ന് പറയുന്നത് വേരിയൻസ് ഓഫ് എക്സ്, മ്യൂ 02 എന്ന് പറയുന്നത് വേരിയൻസ് ഓഫ് വൈ, അതുപോലെ മ്യൂ 11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോവേരിയൻസ് ഓഫ് എക്സ് വൈ കിട്ടും. ഇനി കോറിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ റാൻഡം വേരിയബിൾസിൻ്റെ എക്സും വൈയും തമ്മിൽ എത്രത്തോളം ലീനിയർ റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൂളാണ് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. അതായത് കോറിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ഈസ് മെഷേർഡ് ബൈ ദി കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ യൂഷ്വലി ഡിനോട്ടഡ് ബൈ റോ എക്സ് വൈ ആൻഡ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് as റോ എക്സ് വൈ is equal to covariance between x comma y divided by standard deviation of x into standard deviation of y, which is equal to ന്യൂമറേറ്ററിൽ കോവേരിയൻസിൻ്റെ ഡെഫിനിഷൻ കൊടുക്കുന്നു. ഇറ്റ് ഈസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് മ്യൂ 10 ഡാഷ് ഇൻറ്റു വൈ മൈനസ് മ്യൂ 01 ഡാഷ് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് വേരിയൻസ് ഓഫ് എക്സ് ഇൻറ്റു വേരിയൻസ് ഓഫ് വൈ. ഇനി ന്യൂമറേറ്ററിൽ നമ്മൾ ടേംസ് ബ്രാക്കറ്റിൽ കിടക്കുന്ന ടേംസ് എക്സ്പാൻഡ് ചെയ്യുന്നു, എന്നിട്ട് എക്സ്പെക്റ്റേഷൻ ഉള്ളിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ന്യൂമറേറ്റർ എങ്ങനെ എഴുതാൻ പറ്റും? ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വൈ മൈനസ് മ്യൂ 10 ഡാഷ് ഇൻറ്റു മ്യൂ 01 ഡാഷ് ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ നമ്മൾ വേരിയൻസിൻ്റെ എക്സ്പ്രഷൻ കൊടുക്കുന്നു. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് മ്യൂ 10 ഡാഷ് ദി ഹോൾ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ സ്ക്വയർ മൈനസ് മ്യൂ 01 ഡാഷ് സ്ക്വയർ. ഇനി പ്രോബ്ലംസ് നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം, ലെറ്റ് എക്സ് കോമ വൈ ഹാവ് ദി ജോയിൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഗിവൺ ബൈ ഓർഡർഡ് പെയർ എക്സ് വൈ 1 1 1 2 1 3 2 1 2 2 2 3. Corresponding probabilities f of x y is equal to
2/15, 4/15, 3/15, 1/15, 1/15, 4/15. Find the means and variance of x and y. Solution. ഈ ഓർഡേർഡ് പെയറിൻ്റെ ആദ്യത്തെ കമ്പോണൻ്റ് ആണ് എക്സ് എടുക്കുന്ന വാല്യൂസ്. അതായത് ആദ്യത്തെ കമ്പോണൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് 1ഉം 2ഉം മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ കമ്പോണൻ്റ് ആണ് വൈ എടുക്കുന്ന വാല്യൂസ്. അതായത് രണ്ടാമത്തെ കമ്പോണൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് 1 ഉണ്ട്, 2 ഉണ്ട്, അതുപോലെ 3 ഉണ്ട്. അതുകൊണ്ട് തന്നെ എക്സ് ടേക്സ് വാല്യൂസ് 1, 2 ആൻഡ് വൈ ടേക്സ് വാല്യൂസ് 1, 2 ആൻഡ് 3. ഇതിനെ നമുക്ക് ഒരു 2-വേ ഫോമിലുള്ള ടേബിളിലേക്ക് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് 2-വേ ഫോമിലുള്ള ടേബിളിലേക്ക് റെപ്രസെൻ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ പ്രയോജനം എന്താണ്? നമുക്ക് സൈഡിൽ ഇതിൻ്റെ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സും മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വൈയും എഴുതാൻ പറ്റും. അതായത് ആ ടേബിൾ എന്ന് പറയുമ്പോൾ എക്സ് വൈ താഴെ എക്സിൻ്റെ വാല്യൂസ് 1, 2 ലിസ്റ്റ് ചെയ്തിട്ട് ഹൊറിസോണ്ടലായിട്ട് വൈയുടെ വാല്യൂസ് 1, 2, 3 ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സൈഡിൽ അതിൻ്റെ മാർജിൻസ് കിട്ടും. F1 ഓഫ് എക്സും F2 ഓഫ് വൈയും കിട്ടും. മാർജിൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? മീൻസ് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് മീൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സിൻ്റെ ഡെഫിനിഷൻ ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ എക്സ് ഇൻറ്റു F1 ഓഫ് എക്സ് ആണ്. 1 എടുക്കാനുള്ള പ്രോബിലിറ്റി 9/15 ആണ്. 2 എടുക്കാനുള്ള പ്രോബിലിറ്റി 6/15 ആണ്. അപ്പം എക്സ്പെക്റ്റേഷൻ എക്സ് എന്ത് കിട്ടും? 1 × 9/15 പ്ലസ് 2 × 6/15 വിച്ച് ഇസ് ഈക്വൽ ടു 21/15 വിച്ച് ഇസ് ഈക്വൽ ടു 7/5. അതുപോലെ മീൻ ഓഫ് വൈ നോക്കിക്കഴിഞ്ഞാൽ എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ആണ്. എക്സ്പെക്റ്റേഷൻ്റെ ഡെഫിനിഷൻ യൂസ് കഴിഞ്ഞാൽ സമ്മേഷൻ ഓവർ വൈ ഇൻറ്റു F2 ഓഫ് വൈ ആണ്. വൈ എടുക്കുന്ന വാല്യൂസ് 1, 2, 3 ആണ്. വിത്ത് പ്രോബിലിറ്റീസ് 3/15, 5/15, 7/15 ആണ്. അപ്പോൾ അതിൻ്റെ വൈയുടെ മീൻ എന്ത് കിട്ടും? 1 × 3/15 പ്ലസ് 2 × 5/15 പ്ലസ് 3 × 7/15 ആണ്. എൻ്റെ സം എന്ന് പറയുമ്പോൾ 34/15 കിട്ടും. മീൻസ് കിട്ടി. നമുക്കിനി നെക്സ്റ്റ് നമ്മുടെ എയിം എന്ന് പറയുന്നത് വേരിയൻസ് കണ്ടുപിടിക്കുകയാണ്. വേരിയൻസിൻ്റെ ഫോർമുല എന്ന് പറയുമ്പോൾ വേരിയൻസ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ദി ഹോൾ സ്ക്വയർ ആണ്. സിമിലർലി വേരിയൻസ് ഓഫ് വൈ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ദി ഹോൾ സ്ക്വയർ. അപ്പോൾ നമുക്ക് സെക്കൻഡ് റോ മൊമെൻറ്റ്സ് രണ്ടും കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്താണെന്ന് നോക്കുന്നു. വിച്ച് ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ എക്സ് സ്ക്വയർ ഇൻറ്റു F1 ഓഫ് എക്സ് ആണ്. ഇസ് ഈക്വൽ ടു 1 സ്ക്വയർ ഇൻറ്റു 9/15 പ്ലസ് 2 സ്ക്വയർ ഇൻറ്റു 6/15 which is equal to 33/15. ഇനി എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ സ്ക്വയർ നമുക്ക് കണ്ടുപിടിക്കാം. എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ സ്ക്വയർ ബൈ ഡെഫിനിഷൻ ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ വൈ സ്ക്വയർ ഇൻറ്റു F2 ഓഫ് വൈ ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 1 സ്ക്വയർ ഇൻറ്റു 3/15 പ്ലസ് സെക്കൻഡ് ടേം 2 സ്ക്വയർ ഇൻറ്റു 5/15 പ്ലസ് തേർഡ് ടേം എന്ന് പറയുമ്പോൾ 3 സ്ക്വയർ ഇൻറ്റു 7/15 ആണ്. ഇതിൻ്റെ സം എടുക്കുമ്പോൾ 86/15 കിട്ടും. അതുകൊണ്ട് നമുക്ക് വേരിയൻസ് ഓഫ് എക്സ് കണ്ടുപിടിക്കാൻ പറ്റും. വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 33/15 മൈനസ് 21/15 ദി ഹോൾ സ്ക്വയർ ആണ്. അവിടെ നമുക്ക് 3/15 കോമൺ എടുക്കാം. അപ്പോൾ ബ്രാക്കറ്റിനകത്ത് 11 മൈനസ് 147/15 കിട്ടും. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 6/25 കിട്ടും. നെക്സ്റ്റ് വേരിയൻസ് ഓഫ് വൈ എന്ന് പറയുന്നത് 86/15 മൈനസ് 34/15 ദി ഹോൾ സ്ക്വയർ ആണ്. ജസ്റ്റ് ഈക്വൽ ടു അതിനകത്ത് നമുക്ക് 2/15 കോമൺ എടുക്കാം. അപ്പം ബ്രാക്കറ്റിനകത്ത് 43 മൈനസ് 578/15 കിട്ടും. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് 134/225 കിട്ടും. ഇതാണ് ഫസ്റ്റ് പ്രോബ്ലം. സെക്കൻഡ് പ്രോബ്ലം, ദ ഫോളോയിങ് ടേബിൾ പ്രസൻസ് ദി ബൈവേരിയറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ പെയർ ഓഫ് റാൻഡം വേരിയബിൾസ് പെയർ എക്സ്, വൈ. കാൽക്കുലേറ്റ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ്, എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ആൻഡ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ വൈ. ഓൾസോ ഫൈൻഡ് ദി കോവേരിയൻസ് ആൻഡ് കോറിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ. ഡാറ്റ തന്നിട്ടുണ്ട്. അതായത് ഡാറ്റ എന്ന് പറയുമ്പോഴത്തേക്ക് എക്സ് എടുക്കുന്ന വാല്യൂസ് 0, 1, 2 ആണ്. അതുപോലെ തന്നെ വൈ എടുക്കുന്ന വാല്യൂസ് 0, 1, 2 ആണ്. അതിൻ്റെ ജോയിൻ PMF തന്നിട്ടുണ്ട്. നമുക്ക് സൊല്യൂഷനിലേക്ക് പോകാം. ക്ലിയർലി എക്സും വൈയും എടുക്കുന്ന വാല്യൂസ് 0, 1, 2 ആണ്. അതിനെ നമുക്ക് ടേബിൾ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ എഴുതാൻ പറ്റും? പഴയതുപോലെ തന്നെ താഴോട്ട് എക്സിൻ്റെ വാല്യൂസ് എഴുതി, ഹൊറിസോണ്ടലായിട്ട് വൈയുടെ വാല്യൂസ് എഴുതി, സൈഡിൽ മാർജിൻസ് കിട്ടും. F1 ഓഫ് എക്സും F2 ഓഫ് വൈയും കിട്ടും. മാർജിൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സും എക്സ്പെക്റ്റേഷൻ ഓഫ് വൈയും എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഈക്വൽ ടു ബൈ ഡെഫിനിഷൻ സമ്മേഷൻ ഓവർ എക്സ് ഇൻറ്റു F1 ഓഫ് എക്സ് ആണ്. ഇസ് ഈക്വൽ ടു 0 × 0.04 പ്ലസ് 1 × 0.75 പ്ലസ് 2 × 0.21 ഇസ് ഈക്വൽ ടു 1.17. ഇനി സിമിലർലി എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ വൈ ഇൻറ്റു F2 ഓഫ് വൈ ആണ്. വിച്ച് ഇസ് ഈക്വൽ ടു 0 × 0.3 പ്ലസ്
1 into 0.19 plus 2 into 0.51 which is equal to 1.21. ഇനി നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ വൈ ആണ് വേണ്ടത്. എക്സും വൈയും ഡിസ്ക്രീറ്റ് ആയതുകൊണ്ട് ബൈ ഡെഫിനിഷൻ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ വൈ എന്ന് പറയുന്നത് സമ്മേഷൻ ഓവർ എക്സ് സമ്മേഷൻ ഓവർ വൈ എക്സ് സ്ക്വയർ വൈ ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈ ആണ്. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് അപ്പോൾ എക്സിന് 0യും വൈക്ക് 0യും കൊടുക്കുന്ന ടേമാണ്. അതായത് 0 സ്ക്വയർ ഇൻറ്റു 0 ഇൻറ്റു അതിൻ്റെ ജോയിൻറ്റ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0.01 ആണ്. പ്ലസ് സെക്കൻഡ് ടേം എന്ന് പറയുന്നത് എക്സിന് 0യും വൈക്ക് 1ഉം ദാറ്റ് ഈസ് 0 സ്ക്വയർ ഇൻറ്റു 1 അതിൻ്റെ ജോയിൻറ്റ് പ്രോബബിലിറ്റി 0.01 ആണ്. തേർഡ് ടേം എന്ന് പറയുന്നത് എക്സ് 0 എന്ന് പറയുന്ന വാല്യൂ എടുക്കുന്നു, വൈ 2 എന്ന് പറയുന്ന വാല്യൂ എടുക്കുന്നു. ദാറ്റ് ഈസ് 0 സ്ക്വയർ ഇൻറ്റു 2 ഇൻറ്റു അതിൻ്റെ ജോയിൻറ്റ് പ്രോബബിലിറ്റി 0.02 ആണ്. പ്ലസ് നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് എക്സ് 1 എന്ന് പറയുന്ന വാല്യൂ എടുക്കുന്നു, വൈ 0 എന്ന് പറയുന്ന വാല്യൂ എടുക്കുന്നു. ദാറ്റ് ഈസ് 1 സ്ക്വയർ ഇൻറ്റു 0 ഇൻറ്റു അതിൻ്റെ ജോയിൻറ്റ് പ്രോബബിലിറ്റി 0.22 ആണ്. നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് എക്സ് 1 എന്ന് പറയുന്ന വാല്യൂ എടുക്കുന്നു, വൈയും 1 എന്ന് പറയുന്ന വാല്യൂ എടുക്കുന്നു. 1 സ്ക്വയർ ഇൻറ്റു 1 ഇൻറ്റു ജോയിൻറ്റ് പ്രോബബിലിറ്റി 10 ആണ്. നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് എക്സ് 1 എന്ന് പറയുന്ന വാല്യൂ എടുക്കുന്നു, വൈ 2 എന്ന് പറയുന്ന വാല്യൂ എടുക്കുന്നു. ദാറ്റ് ഈസ് 1 സ്ക്വയർ ഇൻറ്റു 2 ഇൻറ്റു 0.43 ആണ്. നെക്സ്റ്റ് 2 സ്ക്വയർ ഇൻറ്റു 0 ഇൻറ്റു 0.07. നെക്സ്റ്റ് 2 സ്ക്വയർ ഇൻറ്റു 1 ഇൻറ്റു 0.08. ലാസ്റ്റ് ടേം എക്സും വൈയും 2 എന്ന് പറയുന്ന വാല്യൂ എടുക്കുന്നു. 2 സ്ക്വയർ ഇൻറ്റു 2 ഇൻറ്റു അതിൻ്റെ ജോയിൻറ്റ് പ്രോബബിലിറ്റി 0.06 ആണ്. ഇതെല്ലാം കൂടെ സം ചെയ്യുമ്പോഴത്തേക്ക് 1.76 കിട്ടും. അപ്പം നമുക്കിനി കോവേരിയൻസ് എക്സ് വൈ കണ്ടുപിടിക്കാം. കോവേരിയൻസ് എക്സ് വൈ എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വൈ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വൈ വേണം. എക്സും വൈയും ഡിസ്ക്രീറ്റ് ആയതുകൊണ്ട് തന്നെ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വൈ നമ്മൾ എങ്ങനെ പിടിക്കും? സമ്മേഷൻ ഓവർ എക്സ് ഇൻറ്റു സമ്മേഷൻ ഓവർ വൈ എക്സ് വൈ ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈ ആണ്. ഫസ്റ്റ് എക്സിനും വൈക്കും ഫസ്റ്റ് ടൈം കിട്ടാൻ എക്സിനും വൈക്കും 0 കൊടുക്കുക. ദറ്റ് ഈസ് 0 ഇൻറ്റു 0 ഇൻറ്റു ജോയിൻറ്റ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0.01 ആണ്. സെക്കൻഡ് ടൈമിന് എക്സിന് 0 വൈക്ക് 1 0 ഇൻറ്റു 1 ഇൻറ്റു അതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0.01 ആണ്. നെക്സ്റ്റ് ടൈം കിട്ടാൻ എക്സ് 0 എടുക്കുന്നു, വൈ 2 എടുക്കുന്നു. അതായത് 0 ഇൻറ്റു 2 ഇൻറ്റു അതിൻ്റെ ജോയിൻറ്റ് പ്രോബബിലിറ്റി 0.02 ആണ്. പ്ലസ് നെക്സ്റ്റ് 1 ഇൻറ്റു 0 ഇൻറ്റു 0.22. നെക്സ്റ്റ് 1 ഇൻറ്റു 1 ഇൻറ്റു 0.1. നെക്സ്റ്റ് 1 ഇൻറ്റു 2 ഇൻറ്റു 0.43. അടുത്ത ടൈം കിട്ടാൻ 2 ഇൻറ്റു 0 ഇൻറ്റു 0.07. നെക്സ്റ്റ് 2 ഇൻറ്റു 1 ഇൻറ്റു 0.08. ലാസ്റ്റ് ടൈം എന്ന് പറയുന്നത് എക്സും വൈയും 2 എടുക്കുന്നു. അതായത് 2 ഇൻറ്റു 2 ഇൻറ്റു ജോയിൻറ്റ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0.06 ആണ്. ഇതെല്ലാം കൂടെ സം ചെയ്യുമ്പോഴത്തേക്ക് 1.36 കിട്ടും. നമുക്ക് കോവേരിയൻസ് എക്സ് വൈ കിട്ടും. എങ്ങനെയാണ്? 1.36 മൈനസ് 1.17 ഇൻറ്റു 1.21 വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് 0.0557. നെക്സ്റ്റ് നമുക്ക് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ആണ് വേണ്ടത്. കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ഡെഫിനിഷൻ എന്ന് പറയുന്നത് കോവേരിയൻസ് എക്സ് വൈ ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡിവിഷൻ ഓഫ് എക്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡിവിഷൻ ഓഫ് വൈ ആണ്. അപ്പോൾ വേരിയൻസ് വേണമെങ്കിൽ നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയറും വേണം, എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ സ്ക്വയറും വേണം. അതുകൊണ്ട് നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഫസ്റ്റ് നോക്കാം. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബൈ ഡെഫിനിഷൻ സമ്മേഷൻ ഓവർ എക്സ് സ്ക്വയർ ഇൻറ്റു F1 ഓഫ് എക്സ് ആണ്. ദാറ്റ് ഈസ് 0 സ്ക്വയർ ഇൻറ്റു 0.04 പ്ലസ് 1 സ്ക്വയർ ഇൻറ്റു 0.75 പ്ലസ് 2 സ്ക്വയർ ഇൻറ്റു 0.21. എല്ലാം കൂടെ സം ചെയ്യുമ്പോൾ 1.59 കിട്ടും. നെക്സ്റ്റ് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ സ്ക്വയർ എന്ന് പറയുന്നത് ബൈ ഡെഫിനിഷൻ സമ്മേഷൻ ഓവർ വൈ സ്ക്വയർ ഇൻറ്റു F2 ഓഫ് വൈ ഇസ് ഈക്വൽ ടു 0 സ്ക്വയർ ഇൻറ്റു 0.3 പ്ലസ് 1 സ്ക്വയർ ഇൻറ്റു 0.19 പ്ലസ് 2 സ്ക്വയർ ഇൻറ്റു 0.51. സം ചെയ്യുമ്പോഴത്തേക്ക് 2.23 കിട്ടും. നെക്സ്റ്റ് വേരിയൻസ് ഓഫ് എക്സ്. വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ബൈ ഡെഫിനിഷൻ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ദി ഹോൾ സ്ക്വയർ ആണ്. അതെന്ന് പറഞ്ഞാൽ 1.59 മൈനസ് 1.17 ഹോൾ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു 0.2211. നെക്സ്റ്റ് വേരിയൻസ് ഓഫ് വൈ എന്ന് പറയുന്നത് ബൈ ഡെഫിനിഷൻ ഇറ്റ് ഈസ് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ദ ഹോൾ സ്ക്വയർ ആണ് വിച്ച് ഇസ് ഈക്വൽ ടു 2.23 മൈനസ് 1.21 ദി ഹോൾ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു 0.7659. therefore റോ എക്സ് വൈ എന്ന് പറയുന്നത് ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? മൈനസ്
0.1354 കിട്ടും. ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ. ലെറ്റ് x and y have the joint PDF f of xy is equal to x plus 2y divided by 18 where x is equal to 1,2 and y is equal to 1,2. Find the correlation between x and y. സൊല്യൂഷൻ. നമുക്ക് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. കോറിലേഷൻ കോഎഫിഷ്യൻ്റ് വേണമെങ്കിൽ നമുക്ക് മീൻസ് വേണം, വേരിയൻസ് വേണം, അതുപോലെ തന്നെ ഈ റാൻഡം വേരിയബിൾസിൻ്റെ കോവേരിയൻസും വേണം. മീൻസ് എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് കണ്ടുപിടിക്കണം, എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ എന്ന് പറയുന്നത്. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? സമ്മേഷൻ ഓവർ എക്സ് ഇൻറ്റു f1 ഓഫ് എക്സ് ആണ്. സിമിലർലി എക്സ്പെക്റ്റേഷൻ വൈ എന്ന് പറയുന്നതാണ് സമ്മേഷൻ ഓവർ വൈ ഇൻറ്റു f2 ഓഫ് വൈ ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മാർജിൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് വേണം, അതുപോലെ തന്നെ മാർജിൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വൈ വേണം. ഫസ്റ്റ് മാർജിൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ ബൈ ഡെഫിനിഷൻ f1 ഓഫ് എക്സ് എന്ന് പറയുന്നത് സമ്മേഷൻ ഓവർ വൈ f ഓഫ് എക്സ് വൈ ആണ്. ദാറ്റ് ഈസ് സമ്മേഷൻ ഓവർ വൈ ഇസ് ഈക്വൽ ടു 1 to 2 f ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് എന്താണ്? x plus 2y divided by 18 ആണ്. ഫസ്റ്റ് ടൈം കിട്ടാൻ വൈക്ക് 1 കൊടുക്കുക, അതായത് x plus 2 divided by 18. സെക്കൻഡ് ടേം എന്ന് പറയുന്നത് ഒന്നുകൂടെ ഇൻക്രിമെൻറ്റ് ചെയ്യുക, y plus 1 എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായി? 2i. അതായത് വൈയുടെ അവിടെ 2 കൊടുക്കുക, അപ്പോൾ സെക്കൻഡ് ടൈം കിട്ടും x plus 4 divided by 18. ഇത് രണ്ടുകൂടെ സം ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2x plus 6 divided by 18. ഇതാണ് മാർജിൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ്. ഈ മാർജിൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വൈ എന്ന് പറയുന്നത് f2 ഓഫ് വൈ ആണ്. അതെന്താണ്? ബൈ ഡെഫിനേഷൻ സമ്മേഷൻ ഓവർ എക്സ് f ഓഫ് എക്സ് വൈ ആണ്. ദാറ്റ് ഈസ് സമ്മേഷൻ ഓവർ എക്സ് ഈക്വൽ ടു 1 to 2 ഓഫ് എക്സ് വൈ എന്ന് പറയുന്നതാണ് x plus 2y divided by 18 ആണ്. ഫസ്റ്റ് ടൈം കിട്ടാൻ എക്സിന് 1 കൊടുക്കുക, അതായത് 1 plus 2y divided by 18 പ്ലസ് എക്സിനെ ഇൻക്രിമെൻറ്റ് ചെയ്യുക, 1 ഇൻക്രിമെൻറ്റ് ചെയ്യുക, അപ്പോൾ എത്ര കിട്ടും? x 2y. അപ്പോൾ നമുക്ക് സെക്കൻഡ് ടേം എന്ന് പറയുന്നത് 2 plus 2y divided by 18. ഇത് രണ്ടുകൂടെ സം ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 3 plus 4y divided by 18. അപ്പോൾ നമുക്ക് എക്സ്പെക്റ്റേഷൻസ് കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് ഈസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? സമ്മേഷൻ ഓവർ എക്സ് ഇസ് ഈക്വൽ ടു 1 to 2 x ഇൻറ്റു f1 ഓഫ് എക്സ്. ഫസ്റ്റ് ടൈം കിട്ടാൻ എക്സിന് 1 കൊടുക്കുക, അതായത് 1 ഇൻറ്റു 8/18 പ്ലസ് സെക്കൻഡ് ടൈം കിട്ടാൻ എന്താണ്? എക്സിന് 2 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അതായത് എക്സ് ഇസ് ഈക്വൽ ടു 2 ആണ്. 2 ഇൻറ്റു f1 ഓഫ് എക്സിൽ എക്സിന് 2 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? 10/18 കിട്ടും. അതിനോട് സം ചെയ്യുമ്പോൾ 28/18 കിട്ടും. നെക്സ്റ്റ് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ആണ്. ബൈ ഡെഫിനിഷൻ എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ഇസ് ഈക്വൽ ടു വൈ റേഞ്ചിങ് ഫ്രം 1 to 2 വൈ ഇൻറ്റു f2 ഓഫ് വൈ ആണ്. ഫസ്റ്റ് ടൈം കിട്ടാൻ വൈക്ക് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 1 ഇൻറ്റു f2 ഓഫ് വൈ വെൻ വൈ ഈക്വൽ ടു 1 എന്ന് പറയുന്നത് എത്രയാണ്? 7/18 പ്ലസ് നെക്സ്റ്റ് ഇൻക്രിമെൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് y 2 ആകും. അപ്പോൾ ഈ സമ്മേഷൻ എന്തായി മാറും? സെക്കൻഡ് ടൈം എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 11/18 ആണ്. ഇത് രണ്ടുകൂടെ സം ചെയ്യുമ്പോഴത്തേക്ക് 29/18 കിട്ടും. നെക്സ്റ്റ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ കണ്ടുപിടിക്കുക. ബൈ ഡെഫിനേഷൻ ഇറ്റ് ഈസ് സമ്മേഷൻ ഓവർ എക്സ് സ്ക്വയർ ഇൻറ്റു f1 ഓഫ് എക്സ് ആണ്. ദാറ്റ് ഈസ് 1 സ്ക്വയർ ഇൻറ്റു 8/18 പ്ലസ് 2 സ്ക്വയർ ഇൻറ്റു 10/18. സം ചെയ്യുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? 48/18 കിട്ടും. എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ സ്ക്വയർ എന്നാണ് ബൈ ഡെഫിനേഷൻ സമ്മേഷൻ ഓവർ വൈ സ്ക്വയർ ഇൻറ്റു f2 ഓഫ് വൈ ആണ്. ജസ്റ്റ് ഈക്വൽ ടു 1 സ്ക്വയർ ഇൻറ്റു 7/18 പ്ലസ് 2 സ്ക്വയർ ഇൻറ്റു 11/18 ജസ്റ്റ് ഈക്വൽ ടു 51/18. അതുകൊണ്ട് തന്നെ നമുക്ക് വേരിയൻസ് ഓഫ് എക്സും വേരിയൻസ് ഓഫ് വൈയും കണ്ടുപിടിക്കാൻ പറ്റും. വേരിയൻസ് ഓഫ് എക്സ് ബൈ ഡെഫിനേഷൻ ഇറ്റ് ഈസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ദി ഹോൾ സ്ക്വയർ ആണ്. ജസ്റ്റ് ഈക്വൽ ടു സബ്സ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞാൽ 48/18 മൈനസ് 28/18 ദി ഹോൾ സ്ക്വയർ ആണ്. ജസ്റ്റ് ഈക്വൽ ടു 20/81. Similarly, variance of y is equal to expectation of y square minus expectation of y the whole square, which is equal to 51/18 minus 29/18 the whole square, which is equal to 77/324. ഇനി കോവേരിയൻസ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വൈ വേണം. അതുകൊണ്ട് നമ്മൾ എക്സ്പെക്റ്റേഷൻ എക്സ് വൈ എന്താണെന്ന് നോക്കുന്നു. എക്സും വൈയും ഡിസ്ക്രീറ്റ് ആയതുകൊണ്ട് നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വൈ എന്തായി മാറും? സമ്മേഷൻ ഓവർ എക്സ് ഇൻറ്റു സമ്മേഷൻ ഓവർ വൈ എക്സ് വൈ ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈ. അതായത് എക്സ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ എക്സ് ഇസ് ഈക്വൽ ടു 1 to 2 വൈ ഇസ് ഈക്വൽ ടു 1 to 2 എക്സ് വൈ ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് എന്താണ്? എക്സ് പ്ലസ് 2y ഡിവൈഡ് ബൈ 18 ആണ്. ഫസ്റ്റ് ടൈം കിട്ടാൻ എക്സിനും വൈക്കും 1 കൊടുക്കുക, ദാറ്റ് ഈസ് 1 ഇൻറ്റു 1 ഇൻറ്റു 3/18. സെക്കൻഡ് ടൈം എക്സിന് 1 കൊടുക്കുക, വൈക്ക് 2 കൊടുക്കുക, 1 ഇൻറ്റു 2 ഇൻറ്റു 5/18
പ്ലസ് നെക്സ്റ്റ് 2 ഇൻറ്റു 1 ഇൻറ്റു 4/18. ലാസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ എക്സിനും വൈക്കും 2 കൊടുക്കുക. 2 ഇൻറ്റു 2 ഇൻറ്റു 6/18 ഇസ് ഈക്വൽ ടു 45/18. അതുകൊണ്ട് തന്നെ കോവേരിയൻസ് എക്സ് വൈ എന്തായി മാറും? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വൈ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ആണ്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇസ് ഈക്വൽ ടു 45/18 മൈനസ് 28/18 ഇൻറ്റു 29/18 ഇസ് ഈക്വൽ ടു മൈനസ് 2/324. therefore correlation coefficient rho എക്സ് വൈ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? കോവേരിയൻസ് എക്സ് വൈ ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡിവിഷൻ ഓഫ് എക്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡിവിഷൻ ഓഫ് വൈ. ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ് എന്ത് കിട്ടും? -0.2548. ഇതാണ് തേർഡ് പ്രോബ്ലം. നെക്സ്റ്റ് ഫോർത്ത് പ്രോബ്ലം നോക്കാം. ദി റാൻഡം വേരിയബിൾസ് എക്സ് ആൻഡ് വൈ ആർ ജോയിൻ്റ്ലി കണ്ടിന്യൂസ് and density function is f of xy is equal to 2 into x plus y minus 3xy square 0 less than x less than 1 0 less than y less than 1. Find expectation of x, expectation of y and correlation between x and y. Solution. ആ ജോയിൻ പി ഡി എഫ് ഒന്നുകൂടെ എടുത്തെഴുതുന്നു. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് വൈ is equal to 2 into x plus y minus 3xy square where 0 less than x less than 1 0 less than y less than 1. ഇനി മീൻസ് നോക്കാം. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നതാണ് ഇൻറ്റഗ്രൽ ഓവർ എക്സ് ഇൻറ്റു എഫ് വൺ ഓഫ് എക്സ് ഡി എക്സ് ആണ്. അതുപോലെ തന്നെ സിമിലർലി എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ എന്ന് പറയുന്നത് എന്താണ്? ഇൻറ്റഗ്രൽ ഓവർ വൈ ഇൻറ്റു എഫ് ടി ഓഫ് വൈ ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സും മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വൈയും കണ്ടുപിടിക്കണം. അതായത് മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ എഫ് വൺ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓവർ വൈ എഫ് ഓഫ് എക്സ് വൈ ഡി വൈ ആണ്. ദാറ്റ് ഈസ് ഇൻറ്റഗ്രൽ ഫ്രം 0 to 1 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ മൈനസ് 3xy സ്ക്വയർ ഡി വൈ ആണ്. 2 കോൺസ്റ്റൻ്റ് ആണ്. ഇൻറ്റഗ്രൽ സൈന് പുറത്തെടുക്കാൻ പറ്റും. 2 ഇനി എക്സിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു വൈയിൽ എക്സിനെ കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് എക്സ് വൈ കിട്ടും. സെക്കൻഡ് വൈയെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു വൈ തന്നെ y സ്ക്വയർ ബൈ 2. ഇനി 3xy സ്ക്വയറിനെ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? എക്സ് വൈ ക്യൂബ് ബൈ 3 കിട്ടും. ഒരു 3 ക്യാൻസൽ ചെയ്ത് പോകും. അപ്പം എന്തായി മാറും? എക്സ് വൈ ക്യൂബ് കിട്ടും. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എഫ് വൺ ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായി മാറും? 2 ഇൻറ്റു എക്സ് പ്ലസ് 1/2 മൈനസ് എക്സ് ആണ്. ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 1/2. ദാറ്റ് ഈസ് എഫ് വൺ ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 ആവും ഇൻ ദ റേഞ്ച് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1. ഇനി നമുക്ക് മാർജിൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വൈ എന്താണെന്ന് നോക്കാം. മാർജിൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വൈ എഫ് ടി ഓഫ് വൈ ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓവർ എക്സ് എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് ആണ്. which is equal to 0 to 1 2 into x plus y minus 3xy square dx. 2 കോൺസ്റ്റൻ്റ് ആണ്. ഇൻറ്റഗ്രൽ സൈന് പുറത്തെടുക്കാം. എന്നിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു എക്സ് വൈയെ കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് എക്സ് വൈ മൈനസ് 3/2 എക്സ് സ്ക്വയർ വൈ സ്ക്വയർ വിത്തിൻ ദ ലിമിറ്റ് 0 to 1. എന്നിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യുക. which is equal to 2 into 1/2 plus y minus 3/2 y square. That is ft of y is equal to 1 plus 2y minus 3y square in the range 0 less than y less than 1. Therefore expectation of x is equal to integral from 0 to 1 x into f1 of x 1 on x into 1 into dx. That is 0 to 1 x dx ആണ്. x ൻ്റെ ഇൻ്റർവൽ x സ്ക്വയർ ബൈ 2 വിത്തിൻ ദ ലിമിറ്റ് 0 to 1. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്തായി മാറും? 1/2 ആയി മാറും. ഇനി എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ എന്താണെന്ന് നോക്കാം. ഇൻ്റർവൽ 0 to 1 y ഇൻറ്റു എഫ് ടി ഓഫ് വൈ എന്ന് പറഞ്ഞാൽ 1 plus 2y minus 3y സ്ക്വയർ ആണ്. അപ്പോൾ ഇതിന് y ബ്രാക്കറ്റിനുള്ളിലേക്ക് കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും? ഇൻ്റർവൽ 0 to 1 y plus 2y സ്ക്വയർ മൈനസ് 3y ക്യൂബ് ഡി വൈ ആണ്. വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? y സ്ക്വയർ ബൈ 2 പ്ലസ് 2/3y ക്യൂബ് മൈനസ് 3/4 y raised to 4 വിത്തിൻ ദ ലിമിറ്റ് 0 to 1. ലിമിറ്റ്സ് കൊടുക്കുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? 1/2 പ്ലസ് 2/3 മൈനസ് 3/4 ഇസ് ഈക്വൽ ടു 5/12. അപ്പോൾ നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ സ്ക്വയർ കണ്ടുപിടിക്കാൻ പറ്റും. ഫോർ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓവർ എക്സ് സ്ക്വയർ ഇൻറ്റു എഫ് വൺ ഓഫ് എക്സ് ഡി എക്സ് ആണ്. ദറ്റ് ഈസ് ഇൻറ്റഗ്രൽ ഫ്രം 0 to 1 എക്സ് സ്ക്വയർ ഡി എക്സ്. ദറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് ബൈ 3 വിത്തിൻ ദ ലിമിറ്റ് 0 to 1. ലിമിറ്റ്സ് കൊടുക്കുമ്പോൾ 1/3 കിട്ടും. ഇനി എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ സ്ക്വയർ എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ ഇൻറ്റഗ്രൽ ഓവർ വൈ സ്ക്വയർ ഇൻറ്റു എഫ് ടി ഓഫ് വൈ ഡി വൈ ആണ്. ദാറ്റ് ഈസ് ഇൻറ്റഗ്രൽ ഫ്രം 0 to 1 വൈ സ്ക്വയർ ഇൻറ്റു
1 plus 2y minus 3y square dy. y square ബ്രാക്കറ്റ് ഉള്ളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഇൻ്റർവൽ 0 to 1 y square plus 2y cube minus 3y raised to 4 dy. വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. y cube by 3 plus y raised to 4 by 2 minus 3y raised to 5 by 5 within the limit 0 to 1. ലിമിറ്റ്സ് കൊടുക്കുമ്പോഴത്തേക്ക് 1 by 3 plus 1 by 2 minus 3 by 5 ആണ്, which is equal to 7 by 30. അതുകൊണ്ട് നമുക്ക് വേരിയൻസസ് കണ്ടുപിടിക്കാൻ പറ്റും. ഫോർ വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ബൈ ഡെഫിനിഷൻ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് 1 by 3 മൈനസ് 1 by 2 ദ ഹോൾ സ്ക്വയർ. ദാറ്റ് ഈസ് 1 by 3 മൈനസ് 1 by 4 എന്ന് പറയുന്നത് 1 by 12 ആണ്. ഇനി വേരിയൻസ് ഓഫ് വൈ എന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് വൈ സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് വൈ ദ ഹോൾ സ്ക്വയർ ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു 7 by 30 മൈനസ് 5 by 12 ദ ഹോൾ സ്ക്വയർ ആണ്. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 43 by 720 കിട്ടും. ഇനി കോവേരിയൻസ് വേണമെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൈ ഫസ്റ്റ് ഫൈൻഡ് ചെയ്യണം. അതുകൊണ്ട് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൈ എന്താണെന്ന് നോക്കുന്നു. എക്സും വൈയും കണ്ടിന്യൂസ് ആയതുകൊണ്ട് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൈ എന്ത് വരും? ഇൻ്റഗ്രൽ ഓവർ എക്സ് ഇൻ്റഗ്രൽ ഓവർ വൈ എക്സ് വൈ ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് ഡി വൈ ആണ്. 2 കോൺസ്റ്റൻ്റ് ആണ്. ഇൻ്റഗ്രൽ സൈൻ പുറത്തെടുക്കുന്നു. 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 1 ഇൻ്റഗ്രൽ ഫ്രം 0 to 1 എക്സ് വൈ ഇൻറ്റു എക്സ് പ്ലസ് വൈ മൈനസ് 3x വൈ സ്ക്വയർ ഡി എക്സ് ഡി വൈ. എക്സ് വൈ ബ്രാക്കറ്റിനുള്ളിലേക്ക് കൊടുക്കുന്നു. അതായത് സീക്വൽ ടു 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 1 ഇൻ്റഗ്രൽ 0 to 1 എക്സ് സ്ക്വയർ വൈ പ്ലസ് എക്സ് വൈ സ്ക്വയർ മൈനസ് 3x സ്ക്വയർ വൈ ക്യൂബ് ഡി എക്സ് ഡി വൈ. ഫസ്റ്റ് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് വിച്ച് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 1 എക്സ് ക്യൂബ് വൈ ബൈ 3 പ്ലസ് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ബൈ 2 മൈനസ് എക്സ് ക്യൂബ് വൈ ക്യൂബ് വിതിൻ ദ ലിമിറ്റ് 0 to 1 ഡി വൈ. ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? ഇൻ്റഗ്രൽ 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 1 വൈ ബൈ 3 പ്ലസ് വൈ സ്ക്വയർ ബൈ 2 മൈനസ് വൈ ക്യൂബ് ഡി വൈ. ഇനി വിത്ത് റെസ്പെക്ട് വൈയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? വൈ സ്ക്വയർ ബൈ 6 പ്ലസ് വൈ ക്യൂബ് ബൈ 6 മൈനസ് വൈ റേസ്റ്റ് 4 by 4 വിതിൻ ദ ലിമിറ്റ് 0 to 1. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 1 by 6 പ്ലസ് 1 by 6 മൈനസ് 1 by 4 ഇസ് ഈക്വൽ ടു 2 by 12 ദാറ്റ് ഈസ് 1 by 6. Therefore കോവേരിയൻസ് ഓഫ് എക്സ് വൈ എന്തായി മാറും? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വൈ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ്പെക്ടേഷൻ വൈ ഇസ് ഈക്വൽ ടു 1 by 6 മൈനസ് 1 by 2 ഇൻറ്റു 5 by 12 ഇസ് ഈക്വൽ ടു മൈനസ് 1 by 24. അതുകൊണ്ട് നമുക്ക് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് എഴുതാം. കോറിലേഷൻ കോഎഫിഷ്യൻ്റ് റോ എക്സ് വൈ ഇസ് ഈക്വൽ ടു കോവേരിയൻസ് എക്സ് വൈ ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? മൈനസ് 0.591 കിട്ടും. ലാസ്റ്റ് പ്രോബ്ലം. ദ പി ഡി എഫ് ഓഫ് 2 റാൻഡം വേരിയബിൾസ് എക്സ് ആൻഡ് വൈ ഈസ് എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു where 0 less than or equal to x less than or equal to y less than or equal to 1. Show that expectation of x is equal to 1 by 3, expectation of y is equal to 2 by 3 and the correlation between x and y is 1 by 2. തന്നിരിക്കുന്ന ജോയിൻ പി ഡി എഫ് ഒന്നും എടുത്ത് എഴുതുക. എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു ദ റേഞ്ച് 0 ലെസ് ദാൻ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഈക്വൽ ടു വൈ ലെസ് ദാൻ ഈക്വൽ ടു 1. ഫസ്റ്റ് മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻസ് കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് എഫ് വൺ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ വൈ എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് ഡി വൈ ആണ്. വൈയുടെ ലോവർ ലിമിറ്റ് എക്സ് ആണ്, വൈയുടെ അപ്പർ ലിമിറ്റ് 1 ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നിന്നിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യും. എക്സ് ടു 1 ഇൻറ്റഗ്രേറ്റ് ചെയ്യും. എക്സ് ടു 1 2 ഡി വൈ 2 കോൺസ്റ്റൻറ്റേഴ്സ് അതിന് പുറത്തെടുക്കുന്നു. ഡി വൈ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു. വൈ കിട്ടും. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? 1 മൈനസ് എക്സ് കിട്ടും. ദാറ്റ് ഈസ് എഫ് വൺ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 1 മൈനസ് ഓഫ് എക്സ് in the range 0 less than or equal to x less than or equal to 1. ഈ മാർജിൻ ഡിസ്ട്രിബ്യൂഷൻ വൈ നോക്കാം. ദാറ്റ് ഈസ് എഫ് ടി ഓഫ് വൈ ഇസ് ഈക്വൽ ടു ബൈ ഡെഫിനിഷൻ ഇറ്റ് ഈസ് ഇൻ്റഗ്രൽ ഓവർ എക്സ് എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് ആണ്. എക്സിൻ്റെ ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് ഇവിടെ 0 ആണ്. അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് വൈ ആണ്. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഫ്രം 0 to y 2 ഡി എക്സ്. ഇവിടെ 2 കോൺസ്റ്റൻ്റ് ആണ്. ഇൻ്റഗ്രൽ സൈൻ പുറത്തെടുക്കുക. ഇൻ്റഗ്രൽ 0 to y ഡി എക്സ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? വൈ കിട്ടും. വൈ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. 0 to y അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 2y കിട്ടും. ദാറ്റ് ഈസ് എഫ് ടി ഓഫ് വൈ ഇസ് ഈക്വൽ ടു 2y
for 0 less than or equal to y less than or equal to 1. അതുകൊണ്ട് നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സും എക്സ്പെക്റ്റേഷൻ ഓഫ് വൈയും കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് ഈസ് ബൈ ഡെഫിനേഷൻ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ എക്സ് ഇൻറ്റു f1 ഓഫ് എക്സ് dx ആണ്. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ 0 to 1 എക്സ് ഇൻറ്റു 2 ഇൻറ്റു 1 മൈനസ് ഓഫ് എക്സ് dx. 2 കോൺസ്റ്റൻ്റ് അതിന് പുറത്തെടുക്കുക, എക്സ് ബ്രാക്കറ്റിനുള്ളിലേക്ക് കൊടുക്കുക. 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 1 എക്സ് മൈനസ് എക്സ് സ്ക്വയർ dx. നമ്മളിനിയും വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് 1/3 കിട്ടും. That is expression of x is equal to 1/3. ഇനി expression of y is equal to integral over y into f2 of y dy. That is integral 0 to 1 y into 2y dy. 2 constant ആണ്, integral sign പുറത്തെടുക്കുക. 0 to 1 y square dy. That is equal to 2 into y cube by 3 within the limit 0 to 1. That is expectation of y എന്ന് പറയുന്നത് 2/3 കിട്ടും. നെക്സ്റ്റ് കോവേരിയൻസ് വേണമെങ്കിൽ ഫസ്റ്റ് ടൈം എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വൈ വേണം. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വൈ എന്താണെന്ന് നോക്കുന്നു. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എക്സും വൈയും കണ്ടിന്യൂസ് ആയതുകൊണ്ട് ഇൻ്റഗ്രൽ ഓവർ എക്സ് ഇൻ്റഗ്രൽ ഓവർ വൈ എക്സ് വൈ ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് ഡി വൈ ആണ്. ദാറ്റ് ഈസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വൈ ഒരു കോൺസ്റ്റൻറ്റ് കിട്ടാൻ വേണ്ടി ഔട്ടർ മോസ്റ്റ് ഇൻ്റഗ്രൽ നമ്മൾ കോൺസ്റ്റൻറ്റ് ലിമിറ്റ് കൊടുക്കുന്നു. അകത്തെ ഇന്നർ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് വേരിയബിൾ ലിമിറ്റ് തന്നെ കൊടുക്കുന്നു. ദാറ്റ് ഈസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് 0 to 1 ഫുൾ റേഞ്ചിൽ നമ്മൾ റേഞ്ച് കൊടുക്കുന്നു. ലോവർ ലിമിറ്റ് 0 കൊടുക്കുന്നു, അപ്പർ ലിമിറ്റ് 1 കൊടുക്കുന്നു. വൈയുടെ ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് x to 1 തന്നെ കൊടുക്കുന്നു. അതായത് ഇൻ്റഗ്രൽ ഫ്രം 0 to 1 ഇൻ്റഗ്രൽ ഫ്രം x to 1 xy 2 dx dy. 2 കോൺസ്റ്റൻ്റ് ആണ്, രണ്ട് ഇൻ്റഗ്രൽസ് അതിൻ്റെ പുറത്തിറക്കാൻ പറ്റും. which is equal to 2 into integral 0 to 1 x dx into integral x to 1 y dy. എക്സിൻ്റെ ഇൻ്റഗ്രലും വൈയുടെ ഇൻ്റഗ്രലും രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഇനി അകത്തെ ഇൻ്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. which is equal to 2 into integral 0 to 1 x dx y square by 2 within the limit x to 1. ലിമിറ്റ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 1 എക്സ് ഡി എക്സ് ഇൻറ്റു 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 ക്യാൻസൽ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ 0 to 1 എക്സ് ഇൻറ്റു 1 മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് ആണ്. ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1 എക്സ് മൈനസ് എക്സ് ക്യൂബ് ഡി എക്സ്. ഇനി വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, എന്ത് കിട്ടും? 1/2 മൈനസ് 1/4 വിച്ച് ഇസ് ഈക്വൽ ടു 1/4. Therefore covariance xy is equal to expectation of xy minus expectation of x into expectation of y ആണ്, which is equal to 1/4 minus 1/3 into 2/3 which is equal to 1/36. ഇനി നമുക്ക് വേരിയൻസസ് വേണം. അതുകൊണ്ട് സെക്കൻഡ് റോ മൊമെൻറ്റ്സ് രണ്ടും കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അതായത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ സ്ക്വയറും കൂടെ വേണം. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബൈ ഡെഫിനിഷൻ ഇൻ്റഗ്രൽ ഓവർ എക്സ് സ്ക്വയർ ഇൻറ്റു f1 ഓഫ് എക്സ് dx ആണ്. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ 0 to 1 എക്സ് സ്ക്വയർ ഇൻറ്റു 2 ഇൻറ്റു 1 മൈനസ് എക്സ് dx. 2 കോൺസ്റ്റൻ്റ് ആണ്, ഇൻ്റഗ്രൽ സൈൻ പുറത്തെടുക്കാൻ 2 ഇൻറ്റു എക്സ് സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് എടുക്കുന്നു. ഇൻ്റഗ്രൽ 0 to 1 എക്സ് സ്ക്വയർ മൈനസ് എക്സ് ക്യൂബ് dx. വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 1/6 കിട്ടുന്നു. എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു ബൈ ഡെഫിനിഷൻ ഇറ്റ് ഈസ് ഇൻ്റഗ്രൽ ഓവർ വൈ സ്ക്വയർ ഇൻറ്റു f2 ഓഫ് y dy ആണ്. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ 0 to 1 y സ്ക്വയർ ഇൻറ്റു 2y dy. 2 കോൺസ്റ്റൻ്റ് ആണ്, ഇൻ്റഗ്രൽ സൈൻ പുറത്തെടുക്കുന്നത്. ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 1 y ക്യൂബ് dy. വിത്ത് റെസ്പെക്ട് വൈയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1/2 കിട്ടും. നെക്സ്റ്റ് വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ബൈ ഡെഫിനിഷൻ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ദി ഹോൾ സ്ക്വയർ ആണ്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇസ് ഈക്വൽ ടു 1/6 മൈനസ് 1/3 ദി ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് 1/18. നെക്സ്റ്റ് വേരിയൻസ് ഓഫ് വൈ എന്ന് പറയുന്നത് എന്താണ്? ബൈ ഡെഫിനിഷൻ ഇറ്റ് ഈസ് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ദി ഹോൾ സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 1/2 മൈനസ് 2/3 ദി ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് 1/18. Therefore the correlation coefficient rho xy is equal to, by definition it is covariance xy divided by standard deviation of x into standard deviation of y. Just substituting the values we get rho as 1/2. Thank you.